നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അജിത് ബാബു നായർ എന്നാണ് ആ കുട്ടിയുടെ പേര്. അശ്വതി നക്ഷത്രം, 35 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. BE മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് MBAയും പാസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'8", 95 kg വെയിറ്റ് ആണ് കാട്ടിയിരിക്കുന്നത്. ബോംബെയിൽ താന എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അച്ഛൻ മഞ്ജുനാഥ് നായർ, ഒരു ബ്രദറുണ്ട്. ബ്രദർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അമ്മ വന്നിട്ട് ഗിരിജ നായർ. ബോംബെയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് അതിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ, മുംബൈയിൽ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സെക്ടറിലുള്ള മൾട്ടിനാഷണൽ കമ്പനിയിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ അജിത് ബാബുവിനെ കുറിച്ച് ഞാൻ പറയാം. അജിത് ബാബു നായർ, അശ്വതി നക്ഷത്രം, അരദോഷം പ്രൊഫൈലിൽ കാട്ടിയിട്ടുണ്ട്. 35 വയസ്സ്. BE ആൻഡ് MBA ആണ് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. താനയിലാണ്, ബോംബെ താനയിലാണ് താമസിക്കുന്നത്. അച്ഛൻ മഞ്ജുനാഥ് നായർ, അമ്മ ഗിരിജ നായർ. ബ്രദർ വന്നിട്ട് മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ഏതെങ്കിലും മുംബൈ സ്വദേശികൾക്ക് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ മുംബൈ സെറ്റിൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ സ്യൂട്ടബിൾ ആയിരിക്കും. ദൂരെ നിന്നുള്ളവരാണെങ്കിൽ ബോംബെയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും, റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള രക്ഷിതാക്കളുടെ രക്ഷിതാക്കൾ കോണ്ടാക്ട് ചെയ്യുക. വള്ളുവനാട് മാട്രിമോണിയൽ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലുകൾ അയച്ചു തരും. അഥവാ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഒരു ഫാമിലിയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ബോംബെ സെറ്റിൽഡ് ആയിട്ടുള്ള ഈ കുട്ടി. തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ബോംബെ ആണെങ്കിൽ വളരെ നന്നായി, ബോംബെ പൂനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ വളരെ നന്നായി. അവർ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് നമ്പർ തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. വിവാഹം നോക്കണം, അച്ഛനമ്മമാർ കുട്ടികൾ തമ്മിലൊക്കെ അങ്ങ് തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ, അമ്മ, വീട്ടിലുള്ള ഡിസിഷൻ മേക്കേഴ്സ്, അതായത് സഹോദരങ്ങൾ, ആർക്കാണോ കല്യാണം നോക്കുന്ന ചില ആ കുട്ടി ഒരു ദിവസമെങ്കിലും ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ഒന്ന് നന്നായിട്ട് സംസാരിക്കുക. എന്താണ് ഈ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോംബെയിലാണ് ജോലി ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ബോംബെ, പൂന, അങ്ങനെ മഹാരാഷ്ട്രയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ആ കുട്ടി മിക്കവാറും അവിടെ തന്നെ പഠിച്ചു വളർന്ന കുട്ടിയായിരിക്കും. അപ്പം കഴിയുന്നതും അവിടെ തന്നെ പഠിച്ചു വളർന്ന കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സഹായകരമായിരിക്കും. അപ്പോൾ ഈ വക റിക്വയർമെൻറ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ചില കുട്ടികൾ പറയും ഹൈറ്റ് എനിക്ക് ഇത്ര വേണം,
നമുക്കിടെ കൃത്യമായിട്ടാവില്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. പക്ഷെ ഒരു പരിധി വരെ രക്ഷിതാക്കൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കണം. ഏത് ക്വാളിഫിക്കേഷൻ വരെ പോവാം, എത്ര ഹൈറ്റ് വേണം, ഏതായിരിക്കണം ജോബ് ലൊക്കേഷൻ, എങ്ങനത്തെ ജോലി ഉള്ള ആളായിരിക്കണം. ചിലർ പറയും IT സെക്ടറിന് വേണം, ചിലർക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ മതി, ചിലർക്ക് ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ തരത്തിലുള്ള റിക്വയർമെൻറ്റുകളാണെങ്കിൽ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക രക്ഷിതാക്കൾ. ആ ഒരു ഡിസ്കഷൻ ഒരു കാരണവശാലും ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോകരുത്. നന്നായിട്ട് ചിരിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് കഴിഞ്ഞ് ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ തറവാട്ടിലെ, അതായത് അമ്മയുടെ വീട് എവിടെയാണോ, തറവാട് എവിടെയാണോ, ഇപ്പോൾ ഒറ്റപ്പാലം ആണെങ്കിൽ ഒറ്റപ്പാലം, അവരുടെ തറവാട്ടിൽ വല്ല ധർമ്മദൈവങ്ങൾ അങ്ങനെ വല്ല ദൈവിക സാന്നിധ്യങ്ങൾ അവരുടെ തറവാട്ട് സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളുടെ നാട്ടിൽ പറയും, ഒറ്റപ്പാലത്തൊക്കെ വെച്ചാൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും, ചിലർ കുടുംബക്ഷേത്രം പറയും. കുടുംബക്ഷേത്രം ധർമ്മദൈവമായിട്ട് എനിക്ക് വലിയൊരു ബന്ധം തോന്നിയിട്ടില്ല. കുടുംബക്ഷേത്രം നോർമലി നമ്മളുടെ അടിമക്കാവ് എന്നൊക്കെ പറയുന്നതാണ് കുടുംബക്ഷേത്രമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ധർമ്മദൈവങ്ങൾ സെപ്പറേറ്റ് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മദൈവം നമ്മൾ ഭാഗമൊക്കെ വെക്കുന്ന സമയത്ത്, ഇപ്പം ചിലപ്പോൾ വല്ല കൊമേഴ്സ്യൽ ഏരിയയൊക്കെയാണ് എങ്കിൽ അവിടെ ഒരു ഭാഗമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അമ്പലം നമ്മൾ പൊളിച്ചു മാറ്റും. ഈ പൊളിച്ചു മാറ്റുമ്പോൾ അവിടെ ജ്യോത്സ്യരെ കൊണ്ട് നോക്കി നമ്മൾ ഏത് അമ്പലത്തിലേക്കാണോ അത് സമർപ്പിക്കേണ്ടത് വെച്ചാൽ അത് അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ അമ്പലത്തിൽ കൊണ്ടേ സമർപ്പിക്കും. അതിനുശേഷം ആ കാവായിരിക്കും നിങ്ങളുടെ, അല്ലെങ്കിൽ ആ ഭഗവതി ആയിരിക്കും നിങ്ങളുടെ മിക്കവാറും അടിമക്കാവ് അല്ലെങ്കിൽ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ധർമ്മദൈവങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അടിമക്കാവ് വെച്ചാൽ അടിമക്കാവ് ആരോ ആവട്ടെ, അവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഹിന്ദുക്കളിൽ, അത് നായന്മാരിൽ നല്ലൊരു ശതമാനവും പാരൻസ്, രക്ഷിതാക്കൾ ജ്യോതിഷ പണ്ഡിതന്മാരായി മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവർക്കും നല്ല വിവരമാണ്. 7-ൽ ചൊവ്വ, അരദോഷം, ഒരു ദോഷം, കുജദോഷം, രാഹുകാലം, രാഹുദോഷം, ചൊവ്വ ദോഷം, ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി പ്രൊഫൈലുകളും ആളുകളെയും എനിക്കറിയാം. ആവർത്തിച്ച് ഞാൻ പറയാം, ജ്യോതിഷം പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്കറിയില്ല എന്ന് പറയുക. പണിക്കന്മാർ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ അത് പഠിച്ചു വെക്കരുത്. അത് അവരുടെ ജോലിയാണ്, അവർ ചെയ്യട്ടെ. ഏതൊരു പ്രൊഫൈൽ വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് ജ്യോത്സ്യരെ കൊണ്ട് നോക്കിപ്പിക്കുക. നിങ്ങളായിട്ട് ഇത്ര ദോഷമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആളുകളെ പോലും ഭയപ്പെടുത്തരുത്. ചിലർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, എത്ര ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സർ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ എന്നോട് പറഞ്ഞു അവർക്ക് ജാതകത്തിൽ രാഹുദോഷമുണ്ട്, മറ്റേ കുജദോഷമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ആളുകൾ എന്നെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, സാർ ഇത് വല്ല പേടിക്കേണ്ട കേസാണോ, നമുക്ക് നോക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഈ ചൊവ്വ ദോഷം, രാഹു ദോഷം, കുജദോഷം എന്നൊക്കെ നമ്മൾ പ്രൊഫൈലിൽ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. കേൾക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ചിലപ്പോൾ വിവരം ഉണ്ടായിക്കൊള്ളും എന്നില്ല. ഈ പറയുന്ന ആൾക്ക് പോലും ചിലപ്പോൾ വിവരം ഉണ്ടാവില്ല. അവർ പണിക്കര് പറയുന്നത് കേട്ടിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആയതിനാൽ ഒരു കാരണവശാലും മറ്റുള്ള രക്ഷിതാക്കളെ ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിക്കരുത്.
അതൊക്കെ പറഞ്ഞു തരാനായിട്ട് ജ്യോത്സ്യനുണ്ട്. ജ്യോത്സ്യരെ കൊണ്ട് നോക്കിപ്പിക്കുക. സ്ഥിരമായിട്ട് ഒരാളെ കാട്ടണമെന്നില്ല. ഇനി 2 കേസും ഓക്കെ ആയി, ഫാമിലി ഒക്കെ ഇഷ്ടമായി, കുട്ടികൾക്ക് ഇഷ്ടമായി, ഒരു ജ്യോത്സ്യൻ പറയണം അത് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. 3, 4, 5 പേരെടുത്തെങ്കിലും പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നിങ്ങളോട് പറയണം അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ജാതകത്തുമ്പിൽ അല്ലെങ്കിൽ ഹോറോസ്കോപ്പിൽ റിസർച്ച് ചെയ്യരുത്. അതല്ല നമ്മളുടെ ആവശ്യം. നമ്മുടെ ആവശ്യം വിവാഹം എത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. സംഭവിക്കാനുള്ളതൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. ഇനിയിപ്പോൾ എങ്ങനെ നോക്കിയിട്ടില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അതിന് വളരെ ഇതായിട്ട് നമ്മളങ്ങോട്ട് അടിമപ്പെട്ടു പോകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അടുത്തതായിട്ട് ജാതകം ഓക്കെ, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, 2 ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെല്ലാം ആയി കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഫോട്ടോ ഒക്കെ കണ്ടു, എവറിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ പെൺകുട്ടികളുടെ വീട്ടുകാർ പറയും പെണ്ണ് കാണാൻ എന്നാണ് വരുന്നത് എന്ന് ചോദിക്കും. വളരെ അടിവരയിട്ട് ഞാൻ പറയാം, ഒരു കാരണവശാലും ചാടിക്കേറി ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് പോകരുത്. കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. ഇന്നത്തെ ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കൃത്യമായിട്ട് കുട്ടികൾ പുറത്ത് വെച്ച് കണ്ട് ഏതെങ്കിലും ഒരു കോഫി ഹൗസിലൊക്കെ പോയിരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരെങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഒരു കംഫർട്ട് ലെവലിൽ ആവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു കംഫർട്ട് ലെവൽ ആണെങ്കിൽ മാത്രം ഫർദർ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ അതാവുന്നവരെ കുറച്ചും കൂടെയൊക്കെ സംസാരിച്ച് നോക്കുക. സംസാരിക്കുന്ന അവസരത്തിൽ 4-5 പോയിന്റുകൾ മസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സംസാരിക്കണം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, സഹോദരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കുക. രണ്ടാമത്തത് എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കണം. എല്ലാവരും പ്രൊഫൈലിൽ M.Tech ആണ്, B.Tech ആണ്, എന്താ പറയുക, ഇവിടെ PhD പാസ്സായി, അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്ന് പാസ്സായി, IIT പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടും. നമുക്ക് ഈ എഴുതി കാണുന്ന കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അത് ഉറപ്പിക്കുക തന്നെ വേണം. അത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ, ഇതൊക്കെയാണെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അവർ അവിടെ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി അത്ര വറിപ്പെടേണ്ട കാര്യമില്ല. ജോലി നല്ല കമ്പനികളിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും അതിനെപ്പറ്റി വറിപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് നോക്കണം. എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. എന്ത് സബ്ജക്റ്റാണ് പഠിച്ചിരിക്കുന്നത്, ഏത് കോളേജ്, അവിടെ എന്തൊക്കെയാണ്, എല്ലാ അവയർനെസ്സും നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തത്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഉടനടി ഡോക്ടറെ പോയി കാണുന്നു, മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നു. അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ചോദിക്കണം. അടുത്തത്, ഫൈനാൻഷ്യൽ ബേർഡൻസ്, അമിതമായ ബാങ്കിങ് ലോൺസ് വല്ലതുമുണ്ടോ? പേഴ്സണൽ ലോൺ ഉണ്ടാവാം, ക്രെഡിറ്റ് കാർഡിലെ ലോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ബൈക്ക് ലോൺ, അല്ലെങ്കിൽ കാർ ലോൺ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ലോണുകൾ ഉണ്ടാവാം. ഇതിൻ്റെ കൂട്ടത്തിൽ എഡ്യൂക്കേഷൻ ലോണും ഉണ്ടാകാം. അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനൊന്നും ഞാൻ ഒരു തെറ്റായിട്ട് പറയുന്നില്ല, ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്, മറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു 10 ലക്ഷം രൂപയുടെ ലോണിൻ്റെ സ്ഥാനത്ത് 50 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും.
അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ആസ് ഓഫ് നൗ അല്ലെങ്കിൽ ലൈവായിട്ട് വല്ല ലവ് അഫെയർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അതുണ്ടെങ്കിൽ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യുക. പിന്നെ അത് വെച്ച് ഫർദർ മുന്നോട്ട് പോകണ്ട. പണ്ടത്തെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, ഇപ്പോഴത്തെ കാര്യം ലൈവായിട്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് മാത്രം അന്വേഷിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് മക്കളും ഒക്കെ ഒരു കംഫർട്ട് ലെവലാവും. നമ്മളെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു, ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും അന്വേഷിക്കാനില്ല. കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കുക, കൃത്യമായിട്ട്. ഒരു കാരണവശാലും ഒരു പ്രൊഫൈൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ ചാടി കയറി വിളിക്കരുത്. മെസ്സേജ് കൊടുക്കൂ, വാട്സപ്പ് മെസ്സേജ് കൊടുക്കൂ, അവർ നോക്കി ആൻസർ ചെയ്തോളും. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി അങ്ങ് വന്ന് ജോയിൻ ചെയ്താൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഒരു മണിക്കൂറിൽ 15-20 കോളാണ് വരുന്നത്. ഒരു ദിവസം കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ 100-150 കോളാണ് വരിക. ഇതിനെങ്ങനെ ആൻസർ ചെയ്യും ഒരു മനുഷ്യർ? അപ്പൊ കഴിയാവുന്നത്ര വാട്സപ്പ് മെസ്സേജ് ഇനീഷ്യലി കൊടുക്കുക, അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് മാത്രം സംസാരിക്കുക. ഇല്ലെങ്കിൽ നമ്മളെപ്പറ്റി പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. ഇയാളുടെ സംസാരം എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സമയം ഫിക്സ് ചെയ്ത് ഇന്നതാണ് നമ്മൾ സംസാരിക്കേണ്ടതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.